ഹായ് ഹലോ മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ നമ്മളെ റോബിച്ചായനും ആൽബിച്ചിനും കൂടെ അലീനയെ എങ്ങനെ കുളത്തുപുഴയിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ലാലിച്ചിനോട് നമുക്ക് സംസാരിച്ചിട്ട് ഇതിലൊരു തീരുമാനമാക്കണം. അവളെ ഇവിടുന്ന് എന്തായാലും പറഞ്ഞയക്കണം. കാരണം ഇത് നമ്മുടെ തറവാടിന് തന്നെ മാനക്കേടാണ്. പിന്നെ റീത്താമ്മ ചേച്ചി എല്ലാവരെയും വിളിച്ചു പറയും. അതൊക്കെ നമുക്ക് നാണക്കേടുള്ള കേസാണ്. എന്തായാലും നമുക്ക് ലാലിച്ചിനോട് പോയി നേരിട്ട് സംസാരിച്ചാലോ എന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവസാനം അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ലാലിച്ചിനോട് പോയി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് മാത്രമുള്ള ധൈര്യമൊന്നും അവർക്ക് എന്തായാലും ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലിച്ചിനെങ്ങാനും പട്ടിയെ അഴിച്ചു വിട്ട് പേടിപ്പിച്ചാലോ, അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ഇതിലെത്തി അവർ അവസാനം. എന്നിട്ട് പിന്നെ ആലോചിക്കുന്നുണ്ട് അവിടെ പോയിട്ട് നമുക്ക് അവളെ ഒന്ന് പേടിപ്പിച്ചാലോ. അതായത് നമ്മളെ തറവാട്ടുകാരും അതുപോലെ തന്നെ എൽസമ്മ ചേച്ചിയുടെ തറവാട്ടുകാരും എല്ലാവരും ഇങ്ങോട്ട് വരും നിന്റെ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നുള്ള രീതിയിൽ അവളെ തെറ്റിദ്ധരിപ്പിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൾക്ക് തന്നെ തോന്നും ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. പിന്നെ ചോദിക്കാനും പറയാനൊന്നും അവൾക്ക് ആരും ഇല്ലല്ലോ, അവൾ ഒറ്റയല്ല. അതുകൊണ്ട് തന്നെ പേടിച്ചു പോയിക്കോളും എന്നൊക്കെ അവർ തന്നെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതായിരിക്കും വഴിയെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ റോബിച്ചായന്റെ വൈഫ് റാണിമോളെയും കൊണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്ന് പറയുന്നുണ്ട് റാണിമോൾക്ക് ടോണിച്ചായനെ കാണണമെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആൽബിച്ചായന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ടോണി, നീ തന്നെയല്ലേ എല്ലാം വേണ്ടെന്ന് വെച്ചത്. ഇത്രയും നല്ലൊരു ആളെ നിനക്ക് നിന്റെ കൈക്കുമ്പിളിൽ ഞങ്ങൾ വെച്ച് തന്നതല്ലേ. എന്നിട്ട് പിഴച്ചു പറ്റ നിന്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ നിന്നെ ഇട്ടേച്ച് പോയതെന്നൊക്കെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കറിയാം ടോണിച്ചായൻ ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് ടോണിച്ചായൻ എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. ആ നിന്നെ ഇഷ്ടമാണ്, നീ ഇവിടെ കാത്തിരുന്നു, അവൻ ഇപ്പൊ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ റോബിച്ചായൻ കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ റാണിമോൾ പറയുന്നു എനിക്ക് ടോണിച്ചായനെ വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിനെ മതിയെന്ന്. റാണിമോൾ എന്തായാലും സമനില തെറ്റിയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ട്. കാരണം ലൈഫിൽ എന്തൊക്കെയോ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നാമത് ടോണിച്ചായൻ ഇപ്പൊ ലൈഫിൽ നിന്ന് പോയി, പിന്നെ പിഴച്ചു പറ്റിയൊരു കുട്ടിയുണ്ട്. എല്ലാം കൂടി ആലോചിച്ചിട്ട് അവളുടെ സമനില തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അടച്ചു പൂട്ടിയിട്ടാണ് ഇപ്പൊ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സംസാരം കേട്ടിട്ട് അവളെ റൂമിൽ അടച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. കുളത്തുപുഴയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലീന അവിടെയുള്ള ചെടികളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് കേടുവന്ന ചെടികളൊക്കെ വെട്ടിക്കളയുന്നുണ്ട്, നല്ല ചെടികളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആൻ്റപ്പച്ചേട്ടൻ പറയുന്നുണ്ട് കേണൽ സാർ എങ്ങാനും കണ്ട ചീത്ത കേൾക്കും എനിക്ക്. ഇതൊക്കെ ഞാൻ ബൈജുവിനോട് പറഞ്ഞതായിരുന്നു എന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല, രാവിലെയല്ലേ ചെടികളൊക്കെ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ സ്വന്തം ചെയ്യുന്നുണ്ട് കേട്ടോ. കേണൽ സാർ കാണട്ടെ, കാണുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വാശി പിടിച്ച് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ കത്രിക കൊണ്ട് വെട്ടുന്നുണ്ട്. ആ സമയത്താണ് കാറ് വരുന്നത് കാണുന്നത്. അപ്പം നമ്മളെ വലിയപ്പച്ചൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വലിയപ്പച്ചൻ്റെ കാറ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആകെ സന്തോഷമായിട്ടോ. അങ്ങനെ നേരെ കത്രിക ആൻ്റപ്പച്ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് ആൻ്റപ്പച്ചേട്ടൻ ഇതൊന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ വലിയപ്പച്ചനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയപ്പച്ചൻ വന്ന് ഇറങ്ങിയപ്പോൾ എത്ര ദിവസമായി വലിയപ്പച്ചൻ ഇവിടുന്ന് പോയിട്ടും ചോദിക്കുന്നുണ്ട്. ഇന്നലെ അല്ലേടി ഞാൻ ഇവിടുന്ന് പോയതെന്ന്. ആണോ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇന്നലെ പോയി കഴിഞ്ഞാലും ഒരുപാട് ദിവസം മുന്നേ പോയതുപോലെ നമുക്ക് തോന്നില്ലേ, എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ വിശേഷം ചോദിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് എന്ത് വിശേഷം, പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നമ്മുടെ വലിയപ്പച്ചൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും നിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്, ഭയങ്കര പ്രശ്നത്തിലാണ് എല്ലാവരും. അതായത് റീത്തമ്മ ചേച്ചി എല്ലാവരും വിളിച്ചു പറയും. അതുപോലെ തന്നെ റോബിച്ചാനും ആൽബിച്ചാനും ഒക്കെ ഭയങ്കര പ്രശ്നത്തിലാണെന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വലിയപ്പച്ചൻ ഞാൻ ഇവിടുന്ന് പോവേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇനി എന്തെങ്കിലും ആവട്ടെ, അതിലൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നീ ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് പോകുമൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ആദ്യം ഇവിടുത്തെ വിശേഷം പറ കേൾക്കട്ടെ എന്നൊക്കെ വലിയപ്പച്ചൻ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ സമരം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് സമരം? ഞാൻ എന്തായാലും ഉപവാസമാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. എന്തിനാ മോളെ വെറുതെ നിരാഹാരം കിടന്ന് വെറുതെ, അതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും കേണൽ സാർ അവസാനം എൻ്റെ അടുത്ത് വരുന്ന എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിത് തുടരും, പക്ഷെ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിരാഹാരം ചെയ്യുള്ളൂ. ഇന്ന് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഉപവാസമായിരിക്കും. അങ്ങനെ ജീവിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇടവിട്ടിട്ട് ഉപവസിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട മോളെ, നീ ആദ്യം നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. കേണൽ സാറിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല, ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നീ വെറുതെ ഉപവസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ വലിയപ്പച്ചൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ. അവൾ നിരാഹാരം കിടന്നു കഴിഞ്ഞാൽ അവൾ വിചാരിക്കുന്നത് പോലെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ അവൾക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റാലിനിൻ്റെ അടുത്തേക്ക് പോവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ആ സമയത്ത് കേണൽ സാറ് മദ്യപിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ വലിയപ്പച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയപ്പച്ചൻ
വലിയപ്പച്ചൻ വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മദ്യപിക്കുന്നത് കാണുമ്പോൾ ഒരു ഗ്ലാസ് എനിക്കും കൂടി എടുക്കടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വലിയപ്പച്ചനും കൂടെ ഇരുന്നിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് അലീന കൊച്ചിന്, അതായത് നമ്മളെ ചിന്നമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, എങ്ങനെ ഇതൊക്കെ അടിച്ചുകൊണ്ട് ചിന്നമ്മയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവളെ അത്ര പേടിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് അടിച്ചത് നമ്മുടെ വലിയപ്പച്ചൻ വേറെ ഒന്നിനല്ല, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ആൾക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് അടിച്ചത്. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ തവണ എന്തായാലും സ്റ്റാലിനിയുടെ ഭാഗം നിന്നിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ സ്റ്റാലിനിയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അലീനയോട് പറഞ്ഞിരുന്നു, സമരത്തിന് വലിയപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ, എനിക്ക് വാക്ക് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നേരെ റൂമിൽ പോയിട്ട് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ലാലിച്ചിന്റെ ഭാഗം കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അലീന കൊച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. കേണൽ സാറിന്റെ തീരുമാനത്തിലൊരു മാറ്റം വേണം, നമ്മൾ അലീന കൊച്ചിന് നീതി കിട്ടണം എന്ന് വിചാരിച്ച് തന്നെയാട്ടോ നമ്മുടെ വലിയപ്പച്ചൻ അങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം. റീത്തമ്മ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ റോബിച്ചായനും ആൽബിസിനൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. അവളെ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നാണ് പറയുന്നത്. നീ എന്തായാലും എൽസമ്മയുടെ കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട് വലിയപ്പച്ചൻ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ അതായത് നമ്മുടെ ലാലിച്ചിന് തോന്നുന്നത്. അപ്പച്ചൻ എന്ത് സന്ധി സംഭാഷണത്തിന് വന്നതാണോ എങ്കിൽ എനിക്കതിന് താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ നിരാഹാരം കിടക്കുന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വെറുതെ അവനവൻ്റെ ആരോഗ്യം കളയാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിക്കാനൊന്നും അവളായിട്ടില്ല, എനിക്കെന്തായാലും ഈ സ്വഭാവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കടാ, നിന്റെ കൺട്രോളിൽ ഒരിക്കലും നിനക്ക് അവളെ കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ നീ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കേ. എന്തായാലും എപ്പോൾ കൊണ്ടുവന്നാലും ആ പാലേക്കാരൻ അവളെ സ്വീകരിക്കുമല്ലോ, പിന്നെന്തിനാ ഇവിടെ കിടന്ന് വെറുതെ പൊറപ്പിക്കുന്നത്. എന്തായാലും കല്യാണപ്രായം ആയ കൊച്ചല്ലേ, അതുകൊണ്ട് ഇവിടെ അധികം നിർത്തുന്നതല്ല നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വളഞ്ഞ കൈയാണ് നമ്മുടെ അപ്പച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മളെ ലാലിച്ചന്റെ മനസ്സൊന്ന് മാറ്റണം, അതായത് നിരാഹാരത്തിന് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ ലാലിച്ചന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചതാണ് നമ്മളെ വലിയപ്പച്ചൻ ചെയ്തിട്ടുള്ളത്. അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളെ ലാലിച്ചൻ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രയും കാലം അവൾ ഓർഫനേജിൽ കഴിഞ്ഞതല്ലേ, എല്ലാത്തിനും കാരണം ഞാനല്ലേ, ഞാനത് അറിഞ്ഞതില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അയാള്. നീ മാത്രമല്ലല്ലോ, അവളുടെ അമ്മ വീട്ടുകാരെ അവളെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവര് കാരണമാണ് അവള് ഓർഫനേജിൽ തന്നെ എത്തിപ്പെട്ടതെന്ന് പറയുന്നുണ്ടോ. ആ ബാലചന്ദ്രൻ ഉള്ളത് കൊണ്ട്, അയാൾക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ അലീനയെ കിട്ടിയതെന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷെ നീ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് തന്നെയാണ് വലിയപ്പച്ചൻ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവത്തുള്ളൂ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല എന്നാണ് നമ്മുടെ വലിയപ്പച്ചൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കേട്ടോ. എന്തായാലും അവൾ നീ പറഞ്ഞൊന്നും കേൾക്കത്തില്ല, അഹങ്കാരമുള്ള കൊച്ചിനൊന്നും ഇവിടെ നിർത്താൻ ഒക്കത്തില്ല, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഇപ്പം തന്നെ നിന്റെ എതിരെ അവൾ പോരാടാൻ തുടങ്ങിയിട്ടുണ്ട്, സമരം തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്നോടും കൂടി ചെയ്യുന്നൊരു തെറ്റല്ലേ, നിന്നോട് സമരം ചെയ്യുന്നത് എന്നോട് സമരം ചെയ്യുന്നതിന് തുല്യമല്ലേ, അവൾ എന്തൊരു അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നമ്മളെ ലാലിച്ചന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. വലിയപ്പച്ചൻ എന്തായാലും അവളെ ഭാഗം തന്നെയാണ്, വെറുതെ ഓരോന്ന് പറയാണ്. പക്ഷെ എങ്കിൽ കൂടി അവൾ ഇവിടെ പറഞ്ഞയക്കണ കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഒരിക്കലും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ വരാനുള്ളവരൊക്കെ വരട്ടെ, അവരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും നമ്മുടെ സ്റ്റാലിന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവരൊക്കെ എന്തായാലും നമ്മുടെ ലാലിച്ചൻ പറഞ്ഞത് കേൾക്കും. അവർക്ക് എല്ലാവർക്കും ലാലിച്ചന് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ എന്നെ ഇവിടെ കയറി നിരങ്ങിയേനെ അവരുടെ വീട്ടുകാരും, അതായത് എൽസമ്മയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ലാലിച്ചന്റെ വീട്ടുകാരും. പിന്നെ പട്ടി അഴിച്ചു വിട്ട് പേടിപ്പിക്കുന്നുള്ളൊരു വിചാരമൊക്കെ ആൽബിച്ചായനും റോബിച്ചായനും ഉണ്ട്. പക്ഷെ നീ അതൊരിക്കലും ചെയ്യത്തില്ല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ എന്ന് വലിയപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് അലീന കൊച്ചിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ വലിയപ്പച്ചൻ. അവിടെ പോയിട്ട് പറയുന്നുണ്ട്, ഞാനും കേണലും സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പച്ചൻ എന്തായാലും എൻ്റെ ഭാഗത്തല്ലേ നിന്നതെന്ന് പറയുന്നുണ്ട്. ആടി, ഞാൻ നിന്റെ ഭാഗം കൂടി തന്നെയാണ് സംസാരിച്ചതെന്ന് വലിയപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾക്ക് നിഗൂഢത തോന്നുന്നുണ്ട് നമ്മുടെ അലീനയ്ക്ക്. ഇത്രയും കാലമായിട്ടും സ്റ്റാലിനിയുടെ വൈഫ് എൽസമ്മയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല, അവരുടെ മക്കളെ കുറിച്ച് ഒന്നും വിവരമില്ല. അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ അറിയാത്തുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മുടെ വലിയപ്പച്ചൻ കൂടുതലായിട്ട് എന്നോട് പറയുന്നില്ലല്ലോ. ഇത്രയൊക്കെ അടുത്തിട്ടും വലിയപ്പച്ചന് കൂടുതൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അലീനയോട് സംസാരിക്കുന്നില്ലല്ലോ. അതൊക്കെ എന്താണെന്ന് അറിയാഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും ഇതിന്റെ പിന്നിലൊക്കെ എന്തൊക്കെയോ വലിയ കഥകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ. ഇത്രയും ദിവസമായിട്ടും എൽസമ്മയെ നമ്മൾ കണ്ടിട്ടില്ല. എൽസമ്മയുടെ ഭാഗം കൂടിയിട്ട് സംസാരിക്കുന്ന റീത്തമ്മയെ നമ്മൾ കണ്ടു. റീത്തമ്മയെ പോലെ തന്നെ എൽസമ്മയും അതുപോലെ തന്നെ സ്ട്രോങ് ആണോ, അതോ റീത്തമ്മ പറഞ്ഞത് കേൾക്കുന്ന ഒരു വെറും പാവയാണോ എൽസമ്മ? ഇതൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.